ഇത് നമ്മുടെ ആറാട്ടുപുഴക്കാരൻ ബിലാൽ. ബിലാലേ, എന്തൊക്കെ ജോലി ചെയ്യാറുണ്ട് താങ്കൾ? അങ്ങനെയൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇതിപ്പോൾ വേണ്ട ഇങ്ങനെ ടാങ്ക് കഴിയാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിലൊരു വീട് കുറച്ച് വൃത്തിയാക്കണം, അതിനുള്ള പണി, ഗ്രാവലെടുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പണി, അൽത്ത കൊളുത്ത മാവേ കയറ്റം, എല്ലാ പണിയും നമ്മൾ ചെയ്തു കൊടുക്കും. ഓരോ തൊഴിലിനും ഓരോ റേറ്റ് ആണോ? എങ്ങനെയാ? ഓരോ തൊഴിലിനും അതിൻ്റെതായ പണിയുടെ അനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും. എല്ലാം അങ്ങനെയാണല്ലോ, വ്യത്യാസം വരും. ദൂരോട്ടൊക്കെ പോയി ചെയ്യാറുണ്ടോ? എവിടെ വേണമെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ ബസ്സിലെങ്കിലും പോയി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ എത്ര നാൾക്ക് ശേഷമായിരിക്കണം ടാങ്ക് കഴുകുന്നത്? ഒരു 2 മാസം 3 മാസം ഇരിക്കുമ്പോൾ കഴുകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത് കണ്ടാൽ ഞാൻ ഇതിന് മുന്നേ ഒരു 4 മാസം മുന്നേ കഴിയ ടാങ്ക, അതിൻ്റെ അവസ്ഥ കണ്ടു. നമ്മൾ ബാത്റൂമിലെ തൊടിയേക്കായി കഷ്ടമാണ്. ഇതാ നമ്മുടെ കുടിക്കുന്ന വെള്ളം. നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെതായുള്ള ഒരു ഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താലും ആൾക്കാർ പറയും അവൻ 500 രൂപ കിട്ടാൻ വേണ്ടി വരുന്നത് എന്നൊക്കെയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്ര വർഷമായി ഈ തൊഴിലായിട്ട് തുടങ്ങിയിട്ട്? അങ്ങനൊന്നുമില്ല, ഓർമ്മ കാലം പോലെ ചെറുപ്പം പോലെ പോകുന്നുണ്ട്. ചെറുപ്പം പോലെ പണിക്ക് പോകും. ആദ്യമായിട്ട് പോയത് നെയ്ക്കച്ചവടം. പിന്നെന്ത് ചെയ്യും, എല്ലാവരും കടലിലെ പണി എന്ന് പറയുമ്പോൾ പുസ്തകമെന്ന് പറയുന്നത്. ഇനി കോട്ടും സൂട്ടും ഇട്ടിരിക്കുന്നവനാണെങ്കിലും മീനില്ലാതെ അവൻ ചോറില്ല.